വെൽക്കം ഗൈസ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ചിത്രമായ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ്സിൻ്റെ സംവിധായകയെക്കുറിച്ചാണ്. സംവിധായക എന്ന നിലയിൽ ലോകത്തിൻ്റെ നിറകിലെത്തിയിരിക്കുകയാണ് നമ്മുടെ ആ ഒരു സിനിമയുടെ സംവിധായകയായ പായൽ കപ്പാടിയ ഇന്ന്. അവരുടെ നേട്ടങ്ങൾക്കൊപ്പം അവരുടെ ആ ഒരു പഴയ കാലവും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അവരുടെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ ഒരു പഴയ കാലങ്ങളും അവിടുത്തെ നടന്ന സമരങ്ങളും അവർ നേരിട്ട പ്രശ്നങ്ങളൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു കാര്യമായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ആ ഒരു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാവാണ്. അന്നത്തെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രശ്നങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു വിഷയം. അതുപോലെ തന്നെ അവർക്ക് ഇന്ന് ആ ഒരു നേട്ടങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നിയിട്ടുണ്ടാകും. കാരണം അന്ന് ആ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ അവരുടെ ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും ബൂസ്റ്റ് ചെയ്തതെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് അന്ന് പാൻ കപ്പാടി അച്ചടക്ക നടപടി വരെ നേരിട്ടിട്ടുണ്ട്. അന്നത്തെ ടെലിവിഷൻ നടനായിട്ടുള്ള ഗജേന്ദ്ര ചൗഹ അന്നത്തെ രാഷ്ട്രീയക്കാരനുമായിരുന്നു. അന്നത്തെ ആ ഒരു രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനായി നിയമിച്ചതിനെ തുടർന്നാണ് അന്ന് പായൽ കപ്പാടിയെ പ്രതിഷേധിച്ചത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു 139-140 ദിവസത്തെ പ്രതിഷേധമായിരുന്നു അത്. ആ ഒരു പ്രതിഷേധ സൂചിക കപ്പാടിയുടെ ക്ലാസ്സുകൾ ബഹിഷ്കരിക്കുന്നതിനെ തുടർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പായലിൻ്റെ ആ ഒരു സ്കോളർഷിപ്പ് വെട്ടിക്കുറയ്ക്കുകയായിരുന്നു. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ചലച്ചിത്ര മേഖലയിലൊന്നായ കാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ നേട്ടവുമായി തലയുയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ പായൽ കപ്പാടിയ. അന്ന് അവർ ആ ഒരു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ സ്കോളർഷിപ്പ് മാത്രമല്ല, അന്ന് നമ്മുടെ നിരവധി പ്രതിഷേധങ്ങൾ നമ്മുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നിരുന്നു. അന്ന് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർത്തത് ഏറ്റവും ദൈർഘ്യമേറിയ പ്രതിഷേധമാണ് പായൽ കപ്പാടിയ നടത്തിയത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനായ നിയമിതനായ ചൗഹ അടിസ്ഥാന യോഗ്യതയുടെ അഭാവം ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്നത്തെ പ്രതിഷേധം. തുടർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് അവളുടെ സ്കോളർഷിപ്പ് വെട്ടിക്കുറയ്ക്കുകയായിരുന്നു. ഓഗസ്റ്റ് 5, 2015 പ്രതിഷേധത്തിൻ്റെ 68-ാം ദിനത്തിൽ വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ആ ഒരു പ്രസംഗങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടതിനെ തുടർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അന്നത്തെ ഡയറക്ടറായിട്ടുള്ള പ്രശാന്ത് പ്രഭാബെ 2008 ബാച്ച് ഹോസ്റ്റലിൽ നിന്ന് അവരെ ഒഴിവാക്കാനും അതുകൂടാതെ അന്ന് അവർക്ക് ഒരു 35 കുട്ടികൾ പായൽ കപ്പാടിയെ ഉൾപ്പെടെ ഒരു 35 കുട്ടികളുടെ കുറ്റപത്രവും അതുപോലെ തന്നെ അതേ തുടർന്ന് അവർക്ക് ഒരു നോട്ടീസും വിദ്യാർത്ഥികൾക്ക് അച്ചടക്ക നടപടിയെ തുടർന്നുള്ള നോട്ടീസും ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ ശേഷം വീണ്ടും നമ്മുടെ പായൽ കപ്പാടി ആഫ്റ്റർനൂൺ ക്ലൗഡ്സിന് 2017 ഒരു ചിത്രമായിട്ട് വന്നു. 70ാമത് കാൻ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഇടം നേടിയ ആ ഒരു സിനിമ FTI എന്ന ആ ഒരു കമ്മോഡിറ്റി ആ ഒരു കപ്പാടിയെ നമ്മുടെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കാനിലേക്കുള്ള കപ്പാടിയെ യാത്ര ചെലവഴിക്കാനായിരുന്നു FTI എന്ന ആ ഒരു അസോസിയേഷൻ സമിതിയും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. സമിതി പായൽ കപ്പാടിയെ സംവിധാനം ചെയ്ത നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്ന് പറഞ്ഞ 2021 മികച്ച ഡോക്യുമെൻ്ററി ചിത്രത്തിനുള്ള പിസ്കുഡി ഡോക്യുമെൻ്ററി എന്ന് പറയുന്ന ഒരു അവാർഡ് നേടിയിരുന്നു. 2024 കാൻ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ്സ് എന്ന ചിത്രത്തിന് ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടി FTIക്ക് കൂടി അഭിമാന നേട്ടമാണ് നമ്മുടെ കാൻ സംവിധായിക നേടിക്കൊടുത്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു FTIക്ക് കൂടി അഭിമാന നേട്ടം നേടിക്കൊടുക്കാൻ നമ്മുടെ കാൻ കപ്പാടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവരെ അന്ന് ആ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്തത് അവർക്ക് വേണ്ടി വീണ്ടും നമ്മുടെ കാൻ കപ്പാടിയെ വീണ്ടും ഒരു നേട്ടമായി വന്നിരിക്കുകയാണ്. 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവൽ പ്രധാന മത്സര വിഭാഗത്തിൽ ഗോൾഡൻ ഫാമിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്തായാലും ഒരു ഇന്ത്യൻ ചിത്രമാണ് പായൽ കപ്പാടിയ ആ ഒരു സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ്സ്. ഗോൾഡൻ ഫാം കഴിഞ്ഞാൽ ഫെസ്റ്റിവലിലെ ഏറ്റവും മൂല്യമേറിയ പുരസ്കാരമാണ് ഗ്രാൻഡ് പ്രിക്സ്. പായൽ കപ്പാടിയുടെ ചരിത്ര നേട്ടം മലയാള സിനിമയെ സംബന്ധിച്ചും അഭിമാന നേട്ടമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളി നടികളായിട്ടുള്ള കനി കുസൃതി അതുപോലെ തന്നെ ദിവ്യപ്രഭ എന്നിവരാണ് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ്സ് എന്ന ആ ചിത്രത്തിൽ പ്രധാന താരങ്ങളായി എത്തിയത്. ഗ്രാറ്റെ വെർബിൽസ്, ബ്രൂസ് ലയാൻ, ഇവാൻ ഗ്രീൻ, നദീൻ ലബാക്കി, ഫിറോകാസു കൊറീഡി, ഇഡ, ലില്ലി ഗോഡ്സ്റ്റൺ തുടങ്ങിയ ലോക സിനിമയിലെ തന്നെ പ്രമുഖ നടികരും ജൂറിയാണ് ആ ഒരു അവാർഡ് പ്രഖ്യാപിച്ചത്. എന്തായാലും പ്രദർശനത്തിൽ തന്നെ ചിത്രം വലിയ പ്രശംസ നേടിയിരുന്നു. എന്തായാലും നമ്മുടെ കാൻ കപ്പാടിയുടെ വലിയൊരു തിരിച്ചുവരവെന്ന് തന്നെ നമുക്കിതിനെ പറയേണ്ടി വരും. കാരണം അവർ നേരിട്ട ആ ഒരു സ്ട്രഗിളും കാര്യങ്ങളും അവർ നടത്തിയ ആ ഒരു പ്രതിഷേധവും കാര്യങ്ങളും എല്ലാം അവർക്ക് അന്നൊരു മുതൽക്കൂട്ടായിരുന്നു. കാരണം അന്നത്തെ ആ ഒരു കാര്യത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ പാൻ കപ്പാടിയെ നേരിടേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ആ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയൊരു നേട്ടം തന്നെയാണ്. ഇന്ത്യൻ സിനിമ മാത്രമല്ല മലയാള സിനിമയ്ക്കും തന്നെ വലിയൊരു നേട്ടമാണ്. നമ്മുടെ മലയാളത്തിൽ നിന്ന് ആ ഒരു 2 നടിമാർ ഇത്രയും വലിയൊരു വേദിയിൽ എത്തുക എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ അഭിമാന നിമിഷം തന്നെയാണ്. നമുക്കും എല്ലാവർക്കും ആ ഒരു അഭിമാന നിമിഷം ഇന്ന് ഇന്ത്യൻ സിനിമ തന്നെ കൊണ്ടാടുകയാണ്. കാരണം ഇത്രയും വലിയൊരു സ്റ്റേജിലേക്ക് നമ്മുടെ സിനിമ പോവുക,
അതുപോലെ തന്നെ അവിടെ ഒരു അവാർഡ് നേടുക, ആ ഒരു കാര്യങ്ങൾ, അതുപോലെ തന്നെ മലയാളി നടിമാർ അവിടെ കിടന്ന് അവരുടേതായ ഒരു എന്താ പറയുക, ഒരു സ്റ്റാർഡം കീപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് അഭിമാനിക്കാൻ തന്നെയാണ്. കാരണം ഇവിടെ വരുന്ന കൊമേഴ്ഷ്യൽ സിനിമകളെല്ലാം ആ ഒരു ലെവൽ, എക്സ്ട്രീം ലെവലിലൊക്കെ പോയി അവിടെ ഒരു താരമാവുക, ആ ഒരു അവാർഡ് വിൻ ചെയ്യുക, ആ ഒരു അവാർഡ് വാങ്ങുക, ആ ഒരു ഫോട്ടോ, അവരുടെ ഒരു സെലിബ്രേഷൻ എല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്തായാലും അഭിമാനിക്കാം, അഭിമാനമാവട്ടെ. ഇനിയും ഉള്ള സിനിമകൾ വരട്ടെ മലയാളത്തിൽ നിന്നും, ഇന്ത്യൻ സിനിമയിൽ നിന്നും. ഇതുപോലെ കാനിലേക്കും അതുപോലെ തന്നെ ഓസ്കാറിലേക്കും എല്ലാത്തിലേക്കും പോട്ടെ. ഈ അടുത്ത് തന്നെ പാർക്കിങ്ങിൻ്റെ കുറേ ഒരു സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ഓസ്കാറിലേക്ക് പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇനിയും നല്ല സിനിമകൾ വരട്ടെ. ഇനിയും നമ്മൾ ഒരു ഇന്ത്യൻ സിനിമ ലോകത്തിൻ്റെ നെറുകിൽ എത്തട്ടെ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങളായിട്ട്. നമ്മുടെ പാൻ കപ്പാടിയ ഇന്ന് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയൊരു മുതൽക്കൂട്ട്, അതുപോലെ തന്നെ വലിയൊരു അഭിമാന നിമിഷമായിരിക്കുകയാണ്. ഇനിയും സിനിമകൾ അവർ ചെയ്യട്ടെ, നല്ല സിനിമകൾ ഇനിയും വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇനിയും സിനിമകളുടെ നിരൂപണങ്ങൾ, കാര്യങ്ങൾ, അതുപോലെ തന്നെ സിനിമാ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ ഗൈസ്.